ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൃതശരീരങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വളരെ വൈകാതെ തന്നെ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുന്നതാണ്. വളണ്ടിയേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ മാത്രം സ്റ്റേജിലേക്ക് കയറുക. രക്ഷിതാക്കൾ ദയവ് ചെയ്ത് വളണ്ടിയേഴ്സ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് മാത്രം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആംബുലൻസിന്റെ കൂടെ അവരുടെ ബന്ധപ്പെട്ടവരുണ്ടാകും. അവരെയും അങ്ങോട്ട് കടത്തിവിടണം. അവർക്ക് കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. ഹൃദയം നടക്കുന്ന ആംബുലൻസുകൾ പ്രത്യേക സൗകര്യം ഒരുക്കി കൊടുക്കണം. ദയവ് ചെയ്ത ആളുകൾ ഒന്ന് മാറി നിൽക്കുക. നമ്മുടെ ആശ ടീച്ചറുടെ ടീച്ചറെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഓരോ ആംബുലൻസ് ബോഡി ഇറക്കി അത് പാർക്ക് ചെയ്തതിന് ശേഷമാണ് അടുത്ത ആംബുലൻസ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ആംബുലൻസ് ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് ആളുകൾ ദയവ് ചെയ്ത് അതിന്റെ അടുത്തോട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കരുത് മറ്റുള്ളവർക്ക്. ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. നമ്മുടെ ആദ്യത്തെ ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. അതുപോലെ നമ്മുടെ വളണ്ടിയേഴ്സ് അവരെ ബന്ധപ്പെട്ടവരെയും കുട്ടികളെയും എല്ലാവരും നിയന്ത്രിക്കും. അത് അവർ കൃത്യമായി പാലിക്കണം എന്നറിയിക്കുന്നു. ഓരോ ആംബുലൻസും ഇറക്കിയതിനു ശേഷം അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവർ ഒരുക്കി കൊടുക്കണം. അതേ ആംബുലൻസ് തന്നെ ദയവ് ചെയ്ത് ആ ആംബുലൻസിൽ വരുന്നതിൻ്റെ അടുത്തുള്ള ആളുകളുടെ മാറി കൊടുക്കുക. നമ്മുടെ പന്തലിന്റെ എൻട്രൻസിന്റെ ഭാഗത്ത് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ആംബുലൻസിന്റെ ചുറ്റുവട്ടം ഒന്ന് മാറി കൊടുത്താൽ വോളണ്ടിയേഴ്സും പോലീസും അല്ലാത്ത ആളുകൾ ഒന്ന് മാറി കൊടുക്കണം. ദയവ് ചെയ്ത് ഈ പന്തലിന്റെ അകത്ത് ആവശ്യമില്ലാത്ത ആളുകൾ എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കും. ആവശ്യമില്ലാത്ത ആളുകൾ വെറുതെ വോളണ്ടിയേഴ്സിന് കൂട്ടുമുട്ടിക്കുന്ന രൂപത്തിൽ പന്തലിന്റെ അകത്ത് നിൽക്കരുത്. ബന്ധുക്കള് കുട്ടികളൊക്കെ ഉണ്ട്. രണ്ടാളുകള് അടുത്തത് ആംബുലൻസിൽ നമ്മൾ ഇറക്കുന്നത് ഇഷാമിന്റെ മൃതദേഹമാണ്. ലാസ്റ്റ് ഫ്രീസറിലാണ് ഇഷാമിൻ്റെത്. ലാസ്റ്റ് ഫ്രീസറിൽ ഇഷാമിന്റെ മൃതദേഹം ഇറക്കുന്നു. ദയവ് ചെയ്ത് ആളുകൾ ഒന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ. കേരളത്തെ നടുക്കിയ വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ച 9 പേരുടെയും പോസ്റ്റ്മോർട്ടം പൊള്ളാച്ചി ആശുപത്രിയിൽ പൂർത്തിയാക്കി മലപ്പുറം പാങ്ങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. രാവിലെ 6:15 പൊള്ളാച്ചിയിൽ നിന്ന് മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ മലപ്പുറത്തേക്ക് പുറപ്പെട്ടു. 9 ആംബുലൻസുകളും ഒന്നിച്ചാണ് പൊള്ളാച്ചിയിൽ നിന്നും മലപ്പുറത്തേക്ക് പുറപ്പെട്ടത്. മലപ്പുറം പാങ്ങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനം. പൊതുദർശനത്തിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അർദ്ധരാത്രി 12 മണിയോടെ പൊള്ളാച്ചി ആശുപത്രിയിൽ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം പുലർച്ചെ 4 മണിയോടെയാണ് പൂർത്തിയായത്. പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂളിലെ പ്രധാനാധ്യാപിക P. അജിത, അധ്യാപികമാരായ റംലത്ത്, സുഹറ, ആശ, അധ്യാപകനായ അബ്ദുൽ മജീദ്, മജീദിൻ്റെ ഭാര്യ റുക്കിയ, സ്കൂളിലെ പാചകത്തൊഴിലാളി സാജിദ, സുഹറയുടെ മകൻ ഇഷാം, സമീപ സ്കൂളിലെ GUPയിലെ അധ്യാപിക ഷക്കീന എന്നിവരാണ് മരിച്ചത്. കാഴ്ചപരിമിതിയുള്ള അബ്ദുൽ മജീദിന് കൂട്ടുപോയതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ റുക്കിയ. ഷക്കീന അടുത്തിടെയാണ് LP സ്കൂളിൽ നിന്ന് UP സ്കൂളിലേക്ക് മാറിയത്. താൻ ഇത്രകാലവും ജോലി ചെയ്ത സ്കൂളിലെ വിനോദയാത്രയിൽ അവർ ഒപ്പം കൂടുകയായിരുന്നു. പൊതുദർശനത്തിനു ശേഷം വ്യത്യസ്ത മഹല്ലുകളിലെ ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടക്കുക. മാട്ടാത്ത് മഹലിൽ മജീദ്, ഭാര്യ റുക്കിയ എന്നിവരെ ഖബറടക്കും. പാങ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ റംല, സാജിദ, ഷക്കീല എന്നിവരെയും ഖബറടക്കും. ഈസ്റ്റ് പാങ് മസ്ജിദ് ഖബർസ്ഥാനിൽ സുഹറ, മകൻ ഇഷാം എന്നിവരെയും ഖബറടക്കും. പൊതുദർശനത്തിനു ശേഷം അജിതയുടെ മൃതദേഹം പുലാമന്തോളിലെ വീട്ടിലേക്ക് എത്തിക്കും. ആഷയുടെ മൃതദേഹം കൊളത്തൂരിലെ വീട്ടിലേക്കും കൊണ്ടുപോകും. 11 വയസ്സുകാരിയെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്.